Hello friends, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെറൈറ്റി അവൽ പായസമാണ് കേട്ടോ. അപ്പോൾ അവൽ പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവലൊന്ന് വറുത്തെടുക്കാം ഈ നെയ്യിൽ. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് അല്ലെങ്കിൽ 400 ഗ്രാം അവലാണ് എടുക്കുന്നത്. മട്ടയരിയുടെ അവലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അവൽ നന്നായി വറുത്ത് വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലും, അതായത് ഒരു 2 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒരു 4 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ശർക്കരപ്പാനി നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഞാനിവിടെ പശുവിൻ പാലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശർക്കരപ്പാനി ചൂടോടുകൂടി ഒഴിച്ചാൽ അത് പിരിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ ശർക്കരപ്പാനി ഉണ്ടാക്കി തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ശർക്കര ഒരു 200 ഗ്രാം, ഏകദേശം ഒരു ഉണ്ട ശർക്കരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ശർക്കരപ്പാനി ചേർത്ത ശേഷം നന്നായി ഇളക്കി അവൽ കുറുകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അല്പം വെള്ളം ചേർക്കാത്ത പശുവിൻ പാലോ അല്ലെങ്കിൽ തേങ്ങയുടെ 1/4 പാലോ ചേർത്ത് കൊടുക്കാം. ഇവിടെ 1/2 ഗ്ലാസ് പാല് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നന്നായി കുറുകിയ പായസമാണെങ്കിൽ നിങ്ങൾ 1 ഗ്ലാസ് പാല് ചേർക്കേണ്ടതാണ്. പശുവിൻ പാലാണ് ചേർക്കുന്നതെങ്കിൽ നന്നായി തിളപ്പിച്ച് ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പായസം നന്നായി കുറുകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് പാലും അതുപോലെ ഒരു മീഡിയം കൺസിസ്റ്റൻസി ആണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് പാലും ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ അവൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കാം. അപ്പം അതിനായിട്ട് ഒരു പാനിൽ ഒരല്പം നെയ്യ് ഒഴിച്ച് എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും അതിലേക്ക് ഇട്ട് വറുത്തെടുക്കുക. ഇനി വറുത്ത ശേഷം നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെറൈറ്റി അവൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അവൽ പായസം ശരിക്കും ഒരു അടപ്രഥമൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു പായസം കുടിക്കണമെന്ന് തോന്നുമ്പോഴോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസമാണ് അവൽ പായസം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.